Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് നാളെ ഫിനിഷ് ചെയ്യാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ബികോം 4 സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന് റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ QT പേപ്പർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്ന് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം, ഒരുപാട് കുട്ടികൾക്ക് സപ്ലി കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ്. എന്നാലും നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കും എങ്ങനെ പാസ്സാകാൻ സാധിക്കും? ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു സബ്ജക്റ്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും ഈസിയസ്റ്റും നമ്മുടെ പിടിവള്ളി എന്ന് പറയുന്ന ആദ്യത്തെ ഘട്ട, അതിൽ ബേസിക് ചാപ്റ്റർ ആയിട്ടുള്ള QT, പിന്നെ കോറിലേഷൻ റിഗ്രഷൻ, പിന്നെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ലാസ്റ്റ് നമുക്ക് LPP ലീനിയർ പ്രോഗ്രാമിംഗ് മോഡലിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ മിനിമം നിങ്ങൾ ആദ്യത്തെ 3 മൊഡ്യൂൾസ് ഈ പറയുന്ന QTയുടെ ബേസിക്സ്, കോറിലേഷൻ, റിഗ്രഷൻ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സായിരിക്കും. ദെൻ LPP കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോർ ദാൻ 60%, 70% അടുത്ത് കിട്ടും. പ്രോബിലിറ്റി കൂടി കംപ്ലീറ്റ് ചെയ്താൽ 90% അബവ് ലഭിക്കുന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാസ്സാകണമെങ്കിൽ എത്രയാ? 35 മാർക്ക് മതി. സോ നമുക്ക് ഇന്റേണൽ മിനിമം 10 മാർക്ക് ലഭിച്ചാൽ ബാലൻസ് ഒരു 25 മാർക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പുഷ്പം പോലെ കിട്ടും എന്നുള്ളതാണ്. എങ്ങനെ കിട്ടും? അതിനു വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, 2 പാർട്ടിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. നമ്പർ 1 പാർട്ട് A, നമ്പർ 2 പാർട്ട് C. ഈ 2 പാർട്ടിന്റെയും പ്രത്യേകത, റിപ്പീറ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന പാർട്ടുകളാണിത്. സോ പാർട്ട് Aയിലെ 15 ചോദ്യങ്ങളിൽ നമുക്ക് ഒരു 5 എണ്ണം മിനിമം ലഭിച്ചാൽ മതി. അവിടെ തന്നെ നമുക്ക് 10 മാർക്ക് 12 മാർക്കായി, 5 6. ഈ 5-6 ചോദ്യങ്ങൾ ലഭിക്കാൻ ഒരു പാടൂല എന്നുള്ളതാണ്. കാരണം ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലുള്ള മെജോറിറ്റി ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ഉണ്ടാവുക. അതിൽ ഞാൻ പറഞ്ഞു 5 മൊഡ്യൂളിൽ നിന്നും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ ആദ്യം QTയുടെ ബേസിക് ചാപ്റ്ററിൽ നിന്ന് QT എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ ഫങ്ഷൻസ്, യൂസസ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ 2 മാർക്കിൻ്റെ 1 2 ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ഈ ചോദ്യം തന്നെ ചിലപ്പോൾ 5 മാർക്കിനെങ്കിലും വരാറുണ്ട്. ദെൻ കോറിലേഷൻ എന്താണ്, റിഗ്രഷൻ എന്താണ്, അതിൽ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ, അതുപോലെ തന്നെ കാൾ പിയേഴ്സിൻ്റെ കോഷ്യന്റ് ഓഫ് കോറിലേഷൻ അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്കാറ്റർ ഡയഗ്രാം എന്താണ്, ഡോട്ട് ചാർട്ട് എന്താണ്, 2 മാർക്കിനെങ്കിലും വരാറുള്ള ഒരു ചോദ്യമാണ്. കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ കോറിലേഷൻ്റെ അഡ്വാൻറ്റേജസ്, പല തരത്തിലുള്ള കോറിലേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം, സിമ്പിൾ കോറിലേഷൻ, മൾട്ടിപ്പിൾ കോറിലേഷൻ, അങ്ങനെ പലതരത്തിലുള്ള കോറിലേഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. റിഗ്രഷനിൽ നിന്ന് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ദെൻ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്താണ്, റിപ്പീറ്റ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ്, റിപ്പീറ്റ് ആണ്. ഇങ്ങനെ കോറിലേഷനിൽ നിന്നും റിഗ്രഷനിൽ നിന്നും അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് മിക്കതും ഒരു 5 മുതൽ 6 വരെ ചോദ്യങ്ങൾ ലഭിക്കും. പിന്നെ 2 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുള്ള ഏരിയാസ്, പ്രോബിലിറ്റിയിൽ നിന്ന് പ്രോബിലിറ്റി എന്താണ്, അല്ല അഡീഷൻ പ്രോബിലിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോബിലിറ്റി, കണ്ടീഷണൽ പ്രോബിലിറ്റി, ഇൻവേഴ്സ് പ്രോബിലിറ്റി, ബയാസ് തിയറം എന്താണ്, മിക്കതും വരുന്നതാണ്. അതുപോലെ തന്നെ പല ടീമുകളുണ്ട്. ഇപ്പോൾ ഇവന്റ്, അതിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഈക്വലി ലൈക്ലി, അങ്ങനെ നമുക്ക് പല പല ടീമുകൾ ഇതിൽ കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ, നോർമൽ ഇതൊക്കെ എന്താണെന്നുള്ളത് 2 മാർക്സിൻ്റെ മിക്കതും വരാറുണ്ട്.
പിന്നെ LPP എന്താണ്, മിക്ക പേപ്പറിലും എന്താണെന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. ദെൻ ഡിസിഷൻ ട്രീ എന്താണ്, ഡിസിഷൻ തിയറി കൺസെപ്റ്റ് ചോദിക്കാറുള്ളതാണ്. നോഡ് എന്താണ്, ബ്രാഞ്ചസ് എന്താണ് ചോദിക്കാറുള്ളതാണ്. ദെൻ പ്രോബിലിറ്റിയുടെ ഏതെങ്കിലും ഒരു പ്രോബ്ലം സെപ്പറേറ്റ് ഇടാറുണ്ട്. ഇങ്ങനെ പാർട്ട് എയിൽ റിപ്പീറ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇത് പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട. അപ്പോൾ നമുക്കൊരു 5-6 ചോദ്യങ്ങൾ കിട്ടിയാൽ തന്നെ അവിടെ ഒരു 12 മാർക്കായി. ദെൻ പിന്നെ എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 4 എണ്ണത്തിൽ 2 എണ്ണം എഴുതിയാൽ മതി. മിക്കതും നമുക്ക് 2 എണ്ണം വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതിലിപ്പോൾ ഒരു തിയറി 3 പ്രോബ്ലം ആണ് വരാറ്. അപ്പോൾ പ്രോബ്ലം കോറിലേഷനിൽ നിന്നോ റിഗ്രഷനിൽ നിന്നോ ഏതെങ്കിലും ഒരു ചോദ്യം കമ്പൽസറി ആണ്. ഞാൻ എക്സാം റിലേറ്റഡ് ലൈവില് കോറിലേഷനും റിഗ്രഷനും പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് കിട്ടും അത്. അപ്പോൾ കോറിലേഷനോ റിഗ്രഷനോ ഇക്വേഷൻ മനസ്സിലാക്കിയാൽ മതി, അപ്ലൈ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എസ്സേ. പിന്നെ LPPയുടെ ഗ്രാഫിക്കൽ മെത്തേഡാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഫസ്റ്റ് ചാപ്റ്ററിലെ തിയറിയും വരാറുണ്ട്, QTയുടെ ബേസിക് തിയറി. QTയുടെ ബേസിക് തിയറിയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ യൂസസ്, ഇതാണ് പലപ്പോഴും വരാറ്. ഇനി 1-2 വർഷങ്ങളായിട്ട് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് എടുത്തു വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്, ഫീച്ചേഴ്സ് ഇല്ലേ, ബൈനോമിയൽ, നോർമൽ, പോയിസൺ, ഇതിൻ്റെ തിയറിയും നോക്കി വയ്ക്കുക. പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് എസ്സേക്ക് വരുന്നത്. അപ്പോൾ ഒന്നും പഠിച്ച് കഴിയാത്ത കുട്ടിക്ക് കോറിലേഷൻ റിഗ്രഷൻ്റെ പ്രോബ്ലം ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ബേസിക് തിയറിയും നോക്കിയാൽ തന്നെ 2 എസ്സേ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ LPP ഗ്രാഫിക്കൽ മെത്തേഡ് വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 എസ്സേ എഴുതി മുഴുവൻ മാർക്ക് വേണ്ട, പകുതി മാർക്ക് വെച്ചിട്ട് 10 മാർക്ക് കിട്ടിയെന്നൊക്കെയാ. ഓക്കെ, അങ്ങനെ പാർട്ട് എയും പാർട്ട് സിയും നമ്മൾ നല്ല രീതിയിൽ എഴുതി. ദെൻ ഇതിലുള്ള പല ചോദ്യങ്ങളും തന്നെയാണ് പാർട്ട് ബിയിലും വരുന്നത്. അതിൽ പ്രോബ്ലത്തിൽ കോറിലേഷനിൽ നിന്നും റിഗ്രഷനിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും നിർബന്ധമായും. പിന്നെ തിയറി ചോദ്യങ്ങൾ, കോറിലേഷൻ, റിഗ്രഷൻ, അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പ്രോബിലിറ്റിയിലാണെങ്കിലും വരുന്നത് ഈ പറയുന്ന പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് അറിയുന്ന പോലെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പല ടോപ്പിക്കുകളും 5 മാർക്സിൻ്റെ വരുന്നു പറഞ്ഞു. അറിയുന്ന പോലെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക. നമുക്കപ്പോൾ വേണ്ടത് എത്രയാ, 25നേക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ചാൽ തന്നെ നമുക്ക് ഇന്റേണലും കൂടി ടോട്ടൽ ചെയ്താൽ പാസ് മാർക്കിൻ്റെ മുകളിൽ വരും. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കുന്നതാണ്. പാർട്ട് എയിൽ ഞാൻ 5 എണ്ണം ശരിയായാൽ മതി എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കോർ ഇതിനേക്കാൾ കൂടാനുള്ള സാധ്യത അവിടെയുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ പോസിബിൾ ആണ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തറവായിട്ട് പഠിക്കുക. പഠിച്ചു കഴിയാത്ത ഏരിയയിലുള്ള തിയറി ചോദ്യങ്ങൾ 2 മാർക്സിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഒന്നും കഴിയാത്ത ഏരിയ, പ്രോബ്ലം ഇതുവരെ വർക്കൗട്ട് ചെയ്യാത്ത ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയാസിലോട്ട് ഇറങ്ങിയിട്ട് ഉള്ള സമയം കളയരുത്. ഓക്കെ, ഇതാണ് പറയാനുള്ള. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you and all the very best.